എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ പേര് കിരൺ. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫൺ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുവരേക്കും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ഇതൊരു ടൈം പാസ് വീഡിയോ ആണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താന്ന് കാണിച്ചു കൊടുക്കുമ്പോനെ, എന്താ ഇത്? എവിടെ നിന്നുള്ള ചോക്കിയാണത്? ഡാഡ് ഏട്ടന്റെ ഓഫീസില് ഒന്ന് പറയട്ടെ, എവിടെ നിന്ന് കൊണ്ട് ചോക്കിയെന്ന് പറഞ്ഞോട്ടു പ്ലീസ്. എൻ്റെ ഓഫീസില് ചൈനയിലുള്ള ടീം മെമ്പേഴ്സ് വന്നപ്പോ കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ആണിത്. അപ്പൊ അതാണിത്. അപ്പൊ ഏട്ടൻ എന്നെ ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് പല 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 ചോക്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പൊ ഞാനിത് കണ്ട് ടേസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ചപ്പോ ഞാൻ അയ്യോ കഴിക്കില്ല, ആരും കഴിക്കില്ലേ, നമുക്കൊരു പണി ചെയ്യാം, മലയാളീസ് ട്രൈസ് ചൈനീസ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ റിയാക്ഷൻ, നമ്മളുടെ ചൈനീസ് ചോക്ലേറ്റ്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആരും കഴിച്ചിട്ടില്ലല്ലോ? അതായത് ഇവിടെ കഴിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഐഡിയ എന്ത്, ഇതിങ്ങനെ പല എന്താണ് പുറത്തുള്ള ഈ ഫോറിൻ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ സ്നാക്സ് ട്രയലും ചോക്ലേറ്റ് ട്രൈ ചെയ്യലും ഓക്കെ. അപ്പം ഞാനപ്പോൾ ഓർത്ത് ഓക്കെ ഒരു പണിയാ നമുക്കതാ. അതെ അതെ അതെ, നമ്മളുടെ നാട്ടിലത്തെ ഈവൻ ഇന്ത്യയിലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ പുറത്ത് ആൾക്കാർ ട്രൈ ചെയ്യണൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, കുറേ ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മൾ ഇന്ന് മലയാളീസ് ആണ്, നമ്മൾ അതുകൊണ്ട് ചൈനീസ് ചോക്ലേറ്റ്സ് ട്രൈ ചെയ്യാൻ പോവാണ്, ചൈനീസ് സ്വീറ്റ്സ്. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഉണ്ണിക്കുട്ടനാണ് ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഇൻചാർജ്. എന്റെ കയ്യിലുള്ളത് കാണിച്ചു കൊടുക്കും. സിസേഴ്സ്. അവനാണ് ഇവിടുത്തെ കൊറിയറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണത്. അപ്പൊ അവന് ഭയങ്കര എക്സ്പെർട്ട് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് പേരൊന്നും ചോദിക്കാൻ പാടില്ല അല്ലെ, നമുക്ക് പേരൊന്നും അറിയാൻ പാടില്ല. ചൈനീസ് വായിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഇത് റിയാക്ട് ചെയ്യാൻ പോവാണ്. ഇത് ചോക്ലേറ്റ്, ചൈനീസ് ചോക്ലേറ്റ്സ് ഇങ്ങനെ ഉണ്ടാവുന്നത് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തുടങ്ങട്ടാ. ഫസ്റ്റ് എന്റെ കയ്യിലേക്ക് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊരു ഹൽവ മാതിരി ഉണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. തുറക്ക്. നല്ലോണം ഉണ്ടല്ലോ. എന്തൊക്കെ കഴിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, എന്ത് ടേസ്റ്റാ. കുതിരയുടെ പാലിന്റെ ടേസ്റ്റ് മേക്കറതൽജി. നമുക്കിത് ഹാഫ് കഴിച്ചു നോക്കാം. ഞങ്ങളിത് ഹാഫ് കഴിക്കട്ടെ കേട്ടോ. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ ലെയേഴ്സ് ആണ്. ഓക്കെ, കാണിച്ചു കൊടുത്തേട്ടാ. കണ്ട, ഇതിങ്ങനെ ലെയേഴ്സ് മാതിരി വെച്ചേക്കണത് എന്റെ തന്നെ ഇങ്ങനത്തെ. ഓക്കെ, അപ്പൊ ആപ്പിൾ പീര നമ്മളിവിടെ ആപ്പിളിന്റെ എന്താ പറയാ, ആപ്പിൾ പീര എന്ന് പറയുന്നത്. മാംഗോ പീര അറിയാം. കഴിച്ചു നോക്കാം നമുക്ക്. വട്ടണം, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? മധുരം കുറവാണ്. ഒരു പുളിയുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ ഓവർ ആക്ടിങ് ആണ്. ഇവരെ തന്നെ ഇതിന്റെ റിയാക്ഷൻ വിളിച്ചിരുത്തി. ഇത് കൊള്ളാം അല്ലേ? ഒരു ഫ്രൂട്ട് അരച്ച് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായടാ. അടുത്ത ട്രൈ ചെയ്യാം നമുക്ക്. ഞാൻ അടുത്ത ചോക്ലേറ്റിലേക്ക് പോവാണ്. അത് കഴിച്ചു കഴിഞ്ഞോ, നമുക്ക് അടുത്ത് തുറക്കാം. ഓക്കെ, ഇത് കാൻഡി ഹോസ് എന്നാണ് ഇതിന്റെ പേരൂടെ എഴുതിയത്. ഓ മൈ ഗോഡ്, ഞാൻ ചൈന വായിച്ചല്ല, അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കണേ. വേണ്ട, ഇങ്ങനെ 3 ഉണ്ട മാതിരിയാണ്. നമുക്കിത് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. സിസ്റ്റേഴ്സ് എന്ത് ചെയ്യേ, പിന്നെ ഓവർ ആക്ട് ചെയ്യും കേട്ടോ മൊത്തം. എനിക്കിതൊക്കെ മണത്ത് നോക്കണം, നല്ല ഹാപ്പി ആവും. ഇല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ നമ്മളുടെ പഞ്ചസാര ലൈനി മാതിരത്തെ ഒരു ഒട്ടലാണ് ഇതിന്. പിടി. ഇല്ല, പ്ലാസ്റ്റിക് കവറല്ല, ഭയങ്കര സ്റ്റിക്കിയാണ്. അത് ഷുഗർ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. എന്നാട്ടാ കമാൺ അമ്മേ. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെടാ.
പുറത്ത് പഞ്ചസാര കോട്ടയിലേക്കാണ്, അതുകൊണ്ട് ചിക്കിക്കാവോ? സ്റ്റിക്ക് ആവും. ഈ ടേസ്റ്റ് എന്താ പിടിക്കണോ? ഇതെന്ത് ഫ്രൂട്ട് ഇത് ഒന്നും മനസ്സിലാവണില്ല. ചെറിയോ പ്ലമ്മോ ആണ്, അതിന്റെ പുളിയുണ്ട്. എനിക്കൊരു പ്ലം ആണല്ലേ അല്ലേ, കയ്യിൽ ഇങ്ങനെ ഒട്ടിയിട്ടിരിക്കണ്ടേ സാധനം. അപ്പോൾ പല്ലുകൾ ഇങ്ങനെ തമ്മിൽ ഭയങ്കര ഒട്ടലാട്ടോ, പക്ഷെ സാധനം കൊള്ളാം. ഓക്കെ അല്ലേ, നമുക്ക് അടുത്ത് നോക്കാവേ. പൊളിക്കണം. ഇനി നമ്മള് ആദ്യം ഓപ്പൺ ചെയ്ത മാതിരത്തെ ഇങ്ങനത്തെ ഒരു കുഞ്ഞി അങ്ങനെ ഇതിൽ വരണതാ, അതാണ് നമ്മൾ തുറക്കാൻ പോണത്. അപ്പൊ പൊളിച്ചിട്ട് ചെയ്യാം. ഓക്കെ, പല്ലിന്റെ ഇടയിലൊക്കെ കയറിയിട്ട് ഇപ്പൊ കഴിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ ഈ സാധനം. ഓക്കെ ഉണ്ടോ, നമ്മള് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒറ്റ കഷ്ണാണോ? ഇങ്ങനെ എനിക്ക് എന്തോ ഡ്രൈ ഫ്രൂട്ട് ആണോ അല്ലേ? അല്ലേ, ആപ്രിക്കോട്ട കേട്ടോ, കൊള്ളാം. ടേസ്റ്റ് കൊതിട്ട് കേട്ടോ. എല്ലാം ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അവന് ഇഷ്ടമായില്ലേ കേട്ടോ, അത് ചോദിച്ചു. നമുക്ക് അടുത്തത് കഴിക്കാം, അവിടെ ഇരിക്കുന്നേ. അപ്പൊ ഇതാണ് ഡ്രൈ ആപ്രിക്കോട്ട് ആണ്. ഇത് ഫ്യൂലിംഗ് ജിയാമ്പിങ് ആണ് നമ്മളിപ്പോ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. ഫിലിംഗ് ജിയാമ്പിങ് ലാ ബെയ്ജിങ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ചോയ്സ്നെസ് റോ മെറ്റീരിയൽസ്. ഈശ്വര എന്തോ റോ മെറ്റീരിയൽ എന്നാണ്. എടാ ഇവിടെ വരുന്നേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് കേട്ടോ. ചൈന ഇംഗ്ലീഷ് എഴുതി കൊണ്ട് മാത്രം വായിക്കാൻ പറ്റി. സോ നമ്മളിപ്പോ ഇത് എന്ത് ചെയ്യാൻ പോണ, ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അമ്പടാ ഇതിന്റെ പാക്കിംഗ് കറക്കി തിന്നാമോ? ഇത് പേപ്പറാ. ഇങ്ങനെ നീ ഇവിടെ ഇരിക്കി കാണിച്ചിട്ട് ഇതുണ്ട്. ഇതിന്റെ പേപ്പർ അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ജെല്ലി മാതിരിയാണ് ഇരിക്കണേ അല്ലേ. മിക്കതും ഒരു ഹലുവ മാതിരി ഇരിക്കണേ. അപ്പോൾ നമുക്ക് പണിയാം. കടിക്ക്. ഇത് ഇങ്ങനെയാണ് ഈ സാധനം. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. കടിക്ക്, ഓരോ കടി അടിച്ചു നോക്കാം നമുക്ക്. കടി അതാ പേപ്പറിന്റെ ഒന്നുമില്ല. ടേസ്റ്റ് ഇടുന്നല്ല. കടിച്ചെടുത്തുമ്പോ എന്തൊക്കെ ഇഷ്ടമായത് ഇഷ്ടായിരുന്നു. അവനത് ഇഷ്ടായില്ല. പറയത്തക്ക ടേസ്റ്റ് ഒന്നും ഇല്ല ഈ സാധനം. ലുക്ക് മാത്രമേ ഉള്ളൂ. വെറുതെ അതെ, വെറുതെ ഞാൻ ചാച്ചിട്ടില്ല. അപ്പൊ ഇതാണത്. പറയത്തക്ക ഒരു ഫ്രൂട്ടിന്റെ ടേസ്റ്റും സംഭവമൊന്നുമില്ല. പക്ഷെ സായര ഇവിടെ ഇരിക്കുന്നേ ആദ്യം കയറി എവിടെ ഇരിച്ചു പോണത്. ഇത് അങ്ങനെ തുറക്കണല്ലേ. ഇനി കാണിക്കട്ടെ എന്താന്ന്. ഇനി നമ്മള് നെക്സ്റ്റ് ഈ ഒരു ചോക്ലേറ്റ് ആണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണത്. ഇതിന്റെ പേര് ബീജിംഗ് ഹോങ്ഗ്ലുവോ ഫുഡ്. അയ്യോ, കമ്പനിയുടെ പേരായിരുന്നു. ഇതാണ് സംഭവം. ഒരു ഐഡിയ ഇല്ല. നമുക്കിത് എന്താന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കത്രിക വെച്ച് മുറിക്കണ്ടോ, ഞാൻ തുറന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മ വിചാരിച്ചത് ഏട്ടൻ കഴിച്ചിട്ട് ബാക്കി കെട്ടി വെച്ചതോ നോക്കിയതിന്റെ ബാക്ക് കണ്ടപ്പോഴത്തേക്കും. അപ്പൊ ഇതിങ്ങനെ നമ്മൾ തുറന്നു. അതിന്റെ അകത്ത് അല്ലടാ, അങ്ങനത്തെ അതിന്റെ പാക്കിങ്. നമുക്കിത് തുറക്കാം. ഇതിന്റെ അകത്ത് എന്തോ ഹലുവ. ഇത് എനിക്കവിടെ എന്താ ചൈനയിലുള്ള ആൾക്കാരൊക്കെ ഹലുവയാണോ തിന്നുന്നത്? ഫ്രൂട്ട് ബേസ്ഡ് സ്വീറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് ഇതും ഒരു ഹലുവ മാതിരിത്തെ പാക്കിംഗ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്തോ പുളിയുള്ള സാധനമാണ് കേട്ടോ. കടിച്ചു നോക്ക്. ഇത് കടിക്കണ്ടേ ഇങ്ങനെ വേ. അവ തൊപ്പിക്കളഞ്ഞ് ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യട്ടെ. കേറിയിരിക്കേ. പുളിയില്ല.
ഞാൻ കഴിച്ചോക്കണെങ്കിലാണെങ്കിൽ വെറുതെ ഓവറാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിച്ചു നോക്കിയത്? നീ പറ ഇഷ്ടമായില്ല. ആപ്പിൾ ആണോ? ഇത് ആപ്പിളിന്റെ സാധനമാണ്. ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രിസർവ്ഡ് ആപ്പിൾ ആണ് കേട്ടോ. എല്ലാം വായിച്ചു കഴിഞ്ഞു, ചൈനയൊക്കെ പഠിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നീ എവിടെ പറയാം. അപ്പൊ ഇതാണ് സംഭവം. സൂപ്പർ ആയിട്ടുണ്ട്. അതിന് ഇഷ്ടമാണ്. റേറ്റ് ചെയ്യും ഈ ഒരു ചോക്ലേറ്റ്, ഈ ഒരു സ്വീറ്റ് ചോക്ലേറ്റ്. ഞാൻ 8 കൊടുക്കും. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കാണിക്കും. ഇതാണ് നമ്മുടെ സാധനം. എന്താ വരുന്നത്? ഇതിന്റെ പേര് അലുവ ബ്ലാഗുബിക. അവന്റെ അലുവ ബ്ലാഗുബിക നമ്മൾ കഴിക്കാൻ പോവാണ്. ചൈന ആയതുകൊണ്ട് നമുക്ക് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചൂടെ? ആ, അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഇത് എന്തോ ഡ്രൈ ഫ്രൂട്ട് ആണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഡ്രൈ ഫ്രൂട്ട് ഇങ്ങനത്തെ നമ്മൾ നേരത്തെ കണ്ട മാതിരത്തെ പാക്കേജിംഗിൽ ഇട്ട് നോക്കിയേക്കാണ്. സോ നമ്മൾ വീണ്ടും കഴിക്കാൻ പോവുകയാണ്. ഡേറ്റ്സ് ആണോ? ഡേറ്റ്സ് ആണെന്ന് തോന്നണത്. കണ്ട, എനിക്ക് ഡേറ്റ്സ് വേണം. തരാലോ. നോക്കാം, കഴിക്കാൻ പോരുന്നവരെ എന്നിട്ട് നോക്കാം. ശരിക്കുള്ള ഡേറ്റ് അല്ല, ഡേറ്റ് പോലെ ഡേറ്റ്സ് വെച്ച് തന്നെ ഡേറ്റ് പോലെ ചോക്ലേറ്റ് ഉണ്ടാക്കിക്കണം. കഴിച്ചോക്കട്ടെ. ഉള്ളല്ലേ? മധുരില്ല, പക്ഷെ ഡേറ്റ്സ് മാതിരി തന്നെ ഇരിപ്പുണ്ട്. ശിവനാതിരി ഡേറ്റ്സ് വെച്ച് ഉണ്ടാക്കിക്കണ ഡേറ്റ്സ് പോലത്തെ ഒരു ചോക്ലേറ്റ് ആണ്. ഡേറ്റ്സ് ആണെന്ന് വെച്ചാൽ ഡേറ്റ്സ് ആണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. ഞാനൊരു കപ്പലിൽ വിട്ടായിട്ട് ചീഞ്ഞൊരു വിട്ടായിട്ട് ഒരു ടേസ്റ്റും ഇല്ലാത്ത പുളിപ്പാണത്. ആരും കഴിക്കാൻ ആരെങ്കിലും തീ പിടിച്ച് വീഴും. നല്ലപോലെ കഞ്ഞാക്കി കുക്കാക്കി അച്ചാലിട്ട് അപ്പൊ ഇത് ഡേറ്റ്സിന്റെ ഫ്ലേവറിൽ ഡേറ്റ്സ് പോലെ ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്യാൻഡിയാണ് അല്ലെ? അങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് നമ്മള് ഇത് ഓപ്പൺ ചെയ്യണം. മതി. ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോണത്. ഇത് എന്താണ് ഇതിന്റെ ഫ്ലേവർ? ഹണി ആണോ? ഹണി ഫ്ലേവർ ആണോ കേട്ടാ? ഹണി ഒഴിച്ചേക്കുന്നത് ചക്കക്കുരു. ചക്കക്കുരു. നമുക്ക് ഇത് എന്താ ഇങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. ചക്കക്കുരുവില് കുറച്ച് തേൻ ഒഴിച്ചേക്കണമെന്നാണ് ഏട്ടൻ പറയണത്. ചൈനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ ഇതിന്റെ പേരൊന്ന് ദയവേത് ഇമെയിൽ ചെയ്ത് അയച്ചേക്ക്. അതാണ് നമുക്ക് പേരറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് വഴിയില്ല. ഒരു മിനിറ്റ്, നമ്മളിപ്പോ തീരുള്ളൂ. ആണോ? എന്നിട്ട് നോക്കാം. ഏട്ടന് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ഏട്ടൻ തൽക്കാലത്തേക്ക് ബായി പറഞ്ഞു. ഞങ്ങളപ്പോ ഈ പെർട്ടിക്കുലർ മിഠായി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ചക്കക്കുരുവിൽ തേൻ ഇട്ടതാണ്. അങ്ങനെ ഉണ്ട്. എവിടെ നോക്കട്ടെ. പിന്നെ വെറുതെ ഷോ ആണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഞാൻ പറയട്ടെ. ചക്കക്കുരു വേവിച്ചിട്ട് സോഫ്റ്റ് ആക്കി വേവിച്ചിട്ട് അതിന്റെ മേളിൽ കുറച്ച് തേൻ ഒഴിച്ചതാണ് ഇത് മിഠായി. ഏട്ടൻ കഴിച്ചു നോക്കിയാൽ ചക്കക്കുരു മിഠായാണത്. കുഴപ്പമില്ലെന്ന് പറയുമ്പോ കുഴപ്പമുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഇനി എന്ത് നമ്മൾ നെക്സ്റ്റ് ഏത് ഓപ്പൺ ചെയ്യാൻ പോണെന്ന് പറയും. കാണിച്ചു നോക്കും. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഇനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണത്. ഇതും എന്തോ ഡ്രൈ ഫ്രൂട്ട് ഉണക്കിയതാണ്. വാ മുറി. അവിടെ അല്ലേ ഇവിടെ. എനിക്ക് ചക്കക്കുരു മിഠായി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് ആ ആപ്പിളിന്റെ
സംഭവം ഭയങ്കര ഏയ് വാ വാ മതി കേട്ടോ. ഇതേ ഇതും ഇതുമാതിരി തന്നെ കണ്ട കഴിച്ചു നോക്കിയടാ. നീ കഴിക്കും, ഇത് ഞാൻ കഴിക്കും. ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് എനിക്കറിയില്ല ഇവിടെ തന്നെ എന്തോ ഒരു ഡ്രൈ ഫ്രൂട്ട് ഉണക്കിയതാണ്. വാടാ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് സുഖാന്നൊക്കെ എനിക്ക് ഇനി കഴിച്ചിട്ട് പറയാം. ഇത് ഡ്രൈ ഫ്രൂട്ട് ഉണക്കിയതാണ്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലെന്നൊന്നും പറയില്ല. ഇതെന്താണ് റൈസ് കേക്ക് എന്നാണ് ഇതിന് എഴുതിയേക്കണത് കേട്ടോ. നമ്മൾ തുറക്കാൻ വേണത് ഏട്ടനഞ്ച് പോയപ്പോൾ അവൻ പോയി കളഞ്ഞത് ദുഷ്ടൻ. ഒറ്റയ്ക്ക് ഇരുന്ന് പറയേണ്ട അവസ്ഥയായി. നമ്മൾ കഴിക്കാൻ പോണത് ഇനി റൈസ് കേക്കാണ്. അണ്ട് ഇത് നോക്കിയിട്ട് കൊണ്ടിടും. ഇത് നല്ല ജെല്ലി മാതിരിയാണ് ഇരിക്കുന്നത്, സ്ലൈം മാതിരിയാണ് ഇരിക്കുന്നത്, ശരിയല്ല. പിന്നെ ഇതെന്താ ഇതിൻ്റെ കുറച്ച് അരിയൊക്കെ ഉണ്ട് തോന്നുന്നു, അറിയില്ല എൻ്റെ എന്ത് സാധനം. കഴിച്ചോട്ടെ. നിൽക്കേ നേരത്തെ കഴിച്ചിട്ട് മിഠായിൻ്റെ ടേസ്റ്റിന് വാങ്ങി പോയിട്ടില്ല, അതുകൊണ്ട് നോക്കട്ടോ. അതേ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ഞി ഉണ്ടതേ നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസ് കേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയത്. നല്ല യമ്മിയാണ്, എല്ലാവർക്കും കൂടി കൊടുക്കാം അല്ലേ. ടു ബി എക്സാക്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ ഗോതമ്പ് പൊടിക്കാൻ വേണ്ടിയൊക്കെ വെക്കില്ലേ കഴുകിയിട്ട്, അപ്പോൾ നമ്മളത് വായിലിട്ട് പച്ച ഗോതമ്പ് ചാച്ച് ഒരു ബബിൾ ഗം മാതിരി ആക്കില്ലേ. എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എക്സാക്ട്ലി എനിക്ക് ഇത് കഴിച്ചപ്പോഴും ഇതിൻ്റെ ഏകദേശം ഒരു ടെക്സ്ചറും ഇതിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് അത് മാതിരിയാണ് കേട്ടോ തോന്നിയത്. ആ ഒരു നമ്മൾ ആ ഗോതമ്പ് എടുത്തിട്ട് ബബിൾ ഗം മാതിരി ആക്കണ പോലത്തെ ടെക്സ്ചറാണ്. അപ്പോൾ ഒരു ഫൺ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരു ഫൺ ബേസിസിൽ ഈ വാവയുടെയും കൂടി ഒരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയാണ് ഞങ്ങളിത് എടുത്തത്. അപ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് മിഠായിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല, ചൈനീസ് ലാംഗ്വേജിലാണ് മൊത്തം എഴുതിയേക്കുന്നത്. ഗൂഗിളിൻ്റെ മറ്റേ എന്താണ് ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പേര് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആയിരുന്നു 10 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി വേഗം വേഗം തീർക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ നോക്കൂ, ഇവിടെ ആരുമില്ല, ഇപ്പം ഞാൻ മാത്രമായി ഒച്ചയ്ക്ക്. ഏട്ടനും പോയി, ഏട്ടൻ്റെ പുറകെ അവനും പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. സംഭവം ഇഷ്ടപ്പെട്ടു. ചൈനയിലുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ ഹായ് എനിക്കിഷ്ടപ്പെട്ടു. ചിലതൊക്കെ മാത്രം അങ്ങോട്ട് ഇഷ്ടമില്ലാണ്ടുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. നമ്മളങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഫൺ ഒരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ then please don't forget to give this video a big thumbs up. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ തന്നെ താഴത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ see you on my next video. Bye bye.